ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ നമുക്ക് 2021 മുതൽ 2024 വരെ ഡിഗ്രി പ്രിലിംസുകൾ നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലെ PYQ നമുക്കൊന്ന് നോക്കാം, മാത്സിന്റെ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 numbers are in the ratio 2:3. If 5 is to be subtracted from each, they are in the ratio 3:5. Find the first number. എന്താണ്? 2 നമ്പേഴ്സിന്റെ റേഷ്യോ 2:3 ആണെന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു നമ്പറിനെ 2x എന്നും അടുത്ത നമ്പറിനെ 3x എന്നും പറയാം അല്ലെ. റേഷ്യോ തന്നിരുന്നാൽ എങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? 2:3 റേഷ്യോ തന്നാൽ നമുക്ക് പറയാം ഫസ്റ്റ് നമ്പർ 2x, അടുത്ത നമ്പർ 3x. ഇനി ആ നമ്പേഴ്സിന് എന്താ ചെയ്യുന്നത്? ഈ 5 is to be subtracted from each. 2 നമ്പറിൽ നിന്നും 5 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ 2xൽ നിന്ന് നമ്മൾ 5 സബ്ട്രാക്ട് ചെയ്തു, 3xൽ നിന്ന് നമ്മൾ 5 സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ദേ ആർ ഇൻ ദ റേഷ്യോ. ആ 2 നമ്പേഴ്സിന്റെയും റേഷ്യോ എന്തായി? 3:5. അപ്പൊ 2 നമ്പേഴ്സിന്റെ റേഷ്യോ എടുത്തേ, ഫസ്റ്റ് നമ്പർ ഈസ് ടു സെക്കൻഡ് നമ്പർ എന്ത് വരും? 3:5. ക്ലിയർ അല്ലേ? ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആയില്ലേ? ചെയ്ത് നോക്കിയേ. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 5 into 2x minus 5 equal to 3 into 3x minus 5. Okay, ചെയ്തേ. 10x minus 5 into 5 25 equal to 9x minus 15. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എക്സ് അല്ല ഒരു സൈഡിലും നമ്പേഴ്സ് അല്ല ഒരു സൈഡിലും ഇട്ടേ. 10x minus 9x will be equal to, ഈ മൈനസ് 25 അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് പ്ലസ് ആവും അല്ലെ. സോ 25 minus 15, that is x will be equal to എന്ത് വരും? 10. എക്സിന്റെ വാല്യൂ 10 കിട്ടി. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ഫസ്റ്റ് നമ്പർ. ഫസ്റ്റ് നമ്പർ ഏതാ പറയുന്നതിൽ? 2:3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ 2 അല്ലെ. അപ്പൊ 2x ആണ് നമ്മുടെ നമ്പർ. ദാറ്റ് ഈസ് 2 into 10 20. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ എ 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് ഓഫ് 10 numbers is 12. If we subtract 3 from each number, then what is the new average? ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ആവറേജിൽ ഒരു പ്രോപ്പർട്ടി ആണ് അല്ലെ. ഒന്ന് നോക്കിയേ. 3 നമ്പേഴ്സ്, ഞാൻ ജസ്റ്റ് 3 നമ്പേഴ്സ് എക്സാമ്പിൾ എടുത്ത് പറയുവാണ്. 3 നമ്പേഴ്സ് x1, x2, x3. ഇതിന്റെ ആവറേജ് കാണുക എന്ന് പറഞ്ഞാൽ ഈ 3 നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്തു എണ്ണം കൊണ്ട്, അതായത് 3 ആയതുകൊണ്ട് 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇതാണ് നമ്മുടെ ആവറേജ് അല്ലെ. അപ്പൊ ഇതിന്റെ ആവറേജ് a ആണെന്ന് ഇരിക്കട്ടെ. എങ്കിൽ ഞാൻ ഈ നമ്പേഴ്സിനെ എല്ലാം x1ന്റെ കൂടെ 2 ആഡ് ചെയ്തു, x2ന്റെ കൂടെയും 2 ആഡ് ചെയ്തു, x3യുടെ കൂടെയും 2 ആഡ് ചെയ്തു. എങ്കിൽ എന്റെ പുതിയ ആവറേജ് എന്തായിരിക്കും? എന്റെ ആവറേജ് എ, നേരത്തെ ആവറേജ് എ ആണ്, പുതിയ ആവറേജ് a+2 ആയിരിക്കും. ക്ലിയർ ആണോ? അതായത് ഒരേപോലെ എന്ത് മാറ്റം അതിന് വന്നോ, എല്ലാ നമ്പേഴ്സിനും ഒരുപോലെ ഒരു മാറ്റം വന്നാൽ ആ മാറ്റം തന്നെ നമ്മുടെ ആവറേജിലും വരും. ക്ലിയർ ആണ്? ഞാൻ ഇവിടെ ഇപ്പൊ 2 ആഡ് ചെയ്തുകൊണ്ട് ആവറേജ് +2 ആയി. ഇനി ഞാൻ ഇവിടെ 3 ആണ് ആഡ് ചെയ്തതെങ്കിൽ ആവറേജ് എന്താവും? ആവറേജ് a+3 ആകും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ 2 മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിലോ എന്ത് വന്നു? 3. ഇപ്പൊ ഈ നമ്പേഴ്സിന് x1ന്റെ കൂടെ x2ന്റെ കൂടെ x3യുടെ കൂടെ ഞാൻ 3 മൾട്ടിപ്ലൈ ചെയ്താൽ എന്റെ പുതിയ ആവറേജ് എന്തായിരിക്കും? a into 3 ആയിരിക്കും. അപ്പം ഒരേപോലെ, ഞാൻ പറഞ്ഞല്ലോ ഒരേപോലെ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്പേഴ്സിന് ഒരേപോലെ എന്ത് ചേഞ്ച് വന്നു അതേ ചേഞ്ച് തന്നെ ആവറേജിനും വരും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 10 നമ്പേഴ്സിന്റെ ആവറേജ് 12 ആണ്. ഇഫ് യു സബ്ട്രാക്ട് 3 ഫ്രം ഈച്ച് നമ്പർ അല്ലെ, ഓരോ നമ്പറിൽ നിന്നും നമ്മൾ 3 സബ്ട്രാക്ട് ചെയ്താൽ നമ്മുടെ പുതിയ ആവറേജ് എന്താവും? പഴയ ആവറേജ് 12. 12ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ മതി അല്ലെ. സോ ആൻസർ 9. ഓപ്ഷൻ ഡി 9. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിനകത്തുള്ളതാണ്. എഡ്വിൻ കംപ്ലീറ്റ്സ് എ ജേർണി ഇൻ 11 hours. He travels first half of the journey at the rate of 20 km/h and second half at the rate of 24 km/h. Find the distance traveled in kilometer. അപ്പൊ എന്താണ് ഇത്? ആവറേജ് സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് നമുക്ക് ആവറേജ് സ്പീഡ് എന്താന്ന് പറഞ്ഞുതരാം. നോക്കി, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ആയിട്ടുള്ള അതിന്റെ ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ക്ലിയർ ആണോ? ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മൾ ആവറേജ് ഡിസ്റ്റൻസ് എന്ന് എടുത്താൽ അത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇനി ഒരു കണ്ടീഷനും കൂടെ പറയുവാണെങ്കിൽ, അതായത് ഡിസ്റ്റൻസ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ, 2 സ്പീഡുകൾ തന്നിട്ട്, അതായത് ഇപ്പൊ ഒരാൾ ഒരു d ഡിസ്റ്റൻസ് s1 സ്പീഡിൽ പോകുന്നു, അടുത്ത ഒരു d ഡിസ്റ്റൻസ് s2 സ്പീഡിൽ പോകുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് ആവറേജ് സ്പീഡ് ചോദിച്ചാൽ എന്താണ് കണ്ടീഷൻ? എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ
ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. 2s1 s2 by s1 plus s2. ഞാൻ സ്പീഡിനെയാണ് s1 s2. നിങ്ങൾ നമുക്ക് അത് ഏത് വേരിയബിൾ വെച്ച് വേണമെങ്കിലും പറയാം. ഒരാൾ ഒരു d ഡിസ്റ്റൻസ് s1 സ്പീഡിൽ പോയി, അടുത്തൊരു d ഡിസ്റ്റൻസ് s2 സ്പീഡിൽ പോയെങ്കിൽ ആവറേജ് സ്പീഡ് എന്താണ്? 2s1 s2 by s1 plus s2. ഇത് രണ്ടും പഠിച്ചു വെച്ചേക്കുക. ഡിസ്റ്റൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ. ഇനി ജനറൽ ആയിട്ട് നമ്മൾ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പം അത് നോട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? എഡ്വിൻ ഒരു ജേർണി 11 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഹി ട്രാവൽ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ജേർണി. ഒരു ഹാഫ് ഡിസ്റ്റൻസ്, ഇപ്പൊ ടോട്ടൽ ആണെങ്കിൽ അതിന്റെ ഹാഫ് അയാൾ 20 km/h പോകുന്നത്. ആൻഡ് സെക്കൻഡ് ഹാഫ്, അടുത്ത പകുതി d/2, അടുത്ത d/2 ഡിസ്റ്റൻസ്, അതായത് ടോട്ടൽ അയാൾ d ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് അല്ലെ. ഓക്കെ, അതെത്രയാണ്? 24 km/h പോകുന്നത്. എങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കാനാണ് ചെയ്യുക, അതായത് d കണ്ടുപിടിക്കാൻ. അപ്പൊ എന്താ, ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആയിട്ട് രണ്ട് സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം അല്ലെ. ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചേ. എന്താണ്? 2 × 20 × 24 by 20 + 24 അല്ലെ, 44. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. 2 വെച്ച് കട്ട് ചെയ്തതിൽ ഇവിടെ 22, ഇനി വീണ്ടും ഒരു 2 വെച്ച് കട്ട് ചെയ്തതിൽ ഇവിടെ 10 ആയി, 11 ആയി. അത്ര എഴുതിയാൽ മതി. 240 by 11. ഇത് km/h സോ km/h. ഇതാണ് നമ്മുടെ ആവറേജ് സ്പീഡ്. നമ്മളോട് ചോദിക്കുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലെ. ആവറേജ് സ്പീഡിന്റെ ഒരു ഇക്വേഷനും കൂടെ നമുക്കറിയാം. എന്താണ് ആവറേജ് സ്പീഡിന്റെ ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലെ. ഓക്കെ, ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആവറേജ് സ്പീഡ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു. ടോട്ടൽ ടൈം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ടോട്ടൽ ടൈം, അതായത് ഇവിടുന്ന് മുഴുവൻ യാത്ര ചെയ്യാനായിട്ട് 11 hours ആണ് എടുത്തത്. അപ്പൊ നമുക്ക് ആ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചുകൂടായോ? എന്താണ്? ആവറേജ് സ്പീഡും ഈ ടോട്ടൽ ടൈം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. സോ ആവറേജ് സ്പീഡ് എന്താണ്? 240 by 11 into ടോട്ടൽ ടൈം 11. അതാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഡിസ്റ്റൻസ്. അതെന്താണ്? നമ്മൾ എഴുതിയ d. ഓക്കെ, സോ സോൾവ് ചെയ്യാം. കട്ട് ചെയ്തേ 240 km. ഇപ്പൊ ഇതേപോലുള്ള കാൽക്കുലേഷൻ വരുമ്പോൾ നിങ്ങൾ ഇവിടെ അതിനെ ഡിവൈഡ് ചെയ്ത് പോയിന്റ് ഒന്നും ആക്കണം. ഇവിടെ ഫൈനൽ ആൻസർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പിന്നെ ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ കട്ടായി പോയില്ലേ, അതിനെ അവിടെ വെച്ച് ഡിവൈഡ് ചെയ്ത് പോയിന്റ് ആക്കേണ്ട ഒന്നും ഒരു ആവശ്യമില്ല. അങ്ങനെ തന്നെ കിടന്നോട്ടെ. 240 by 11 km/h. ഇനി അവിടെ അത് കൊണ്ടുവന്ന് നമ്മൾ ടൈമിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ഡി 240 km. അപ്പൊ ആവറേജ് സ്പീഡിന്റെ ആ രണ്ട് ഇക്വേഷനും അറിയാത്തവർ നോട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ട്രെയിൻ റൺസ് ഓൺ എവറി തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ. ഇഫ് 1st January 2020 is a Wednesday, then in 2020 for how many days the train would have run? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കലണ്ടറിൽ നമ്മൾ അറിയേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്, ശ്രദ്ധിക്കാം. നമുക്ക് വർഷങ്ങളെ രണ്ട് തരത്തിൽ പറയാം. ഏതാണ്? ഓർഡിനറി ഇയറും ഉണ്ട്, അതേപോലെ ലീപ്പ് ഇയറും ഉണ്ട് അല്ലെ. എന്താ വ്യത്യാസം? ലീപ്പ് ഇയർ അറിയാലോ, ഒരു വർഷം തന്നിരുന്നാൽ അത് ലീപ്പ് ഇയർ ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാ? ഇപ്പൊ 2022 അല്ലെങ്കിൽ 2024 ഇതൊരു ലീപ്പ് ഇയർ ആണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? വർഷം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എന്താ, 4ന് ഡിവിസിബിൾ ആണെങ്കിൽ ആ ഒരു ഇയർ ലീപ്പ് ഇയർ ആയിരിക്കും അല്ലെ. അതിന് നമുക്ക് അത് ജസ്റ്റ് ഞാൻ ഇത് പറഞ്ഞ ഇനിയും നമ്മൾ ലീപ്പ് ഇയറിനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ അതിൽ കുറെ കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതായത് സെഞ്ചുറി ഒക്കെ വരുമ്പോൾ വ്യത്യാസം വരും. ഇപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരു വർഷത്തെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ആ വർഷം ലീപ്പ് ഇയർ ആയിരിക്കും അല്ലെ. ഇപ്പൊ 2022 ഇതിൽ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല അല്ലെ. 2024 ഇത് 4 കൊണ്ട് ഡിവിസിബിൾ. അപ്പൊ 2024 ഒരു ലീപ്പ് ഇയർ ആയിരുന്നു അല്ലെ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ലീപ്പ് ഇയർ ആണോ എന്ന് നോക്കുന്നത് മനസ്സിലായി. അപ്പൊ ഒരു ഓർഡിനറി ഇയറും ലീപ്പ് ഇയറും എങ്ങനെ? ഓർഡിനറി ഇയറിൽ എത്ര ദിവസം ഉണ്ട്? 365 days ഉണ്ട് അല്ലെ. ലീപ്പ് ഇയർ ആണെങ്കിലോ 366 days ഉണ്ട്. ഇനി നമ്മൾ അതിനെ ആഴ്ചകളാക്കിയാൽ 365 52 weeks ഉണ്ടായിരിക്കും. അറിയാമല്ലോ, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം. അങ്ങനെ 52 ആഴ്ചകളും ഒരു അധിക ദിവസവും കാണും. അതായത് ആഴ്ചയിൽ ഉൾപ്പെടാതെ ഒരു ഓഡ് ഡേ എന്ന് പറയും, അല്ലെങ്കിൽ അധിക ദിവസവും കൂടെ ഉണ്ട്. ഇനി ലീപ്പ് ഇയർ ആണെങ്കിലോ 52 ആഴ്ചകളും ഉണ്ട്, അതേപോലെ 2 ഓഡ് ഡേയ്സ് കൂടെ കാണും. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കി ഇപ്പം 52 ആഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എല്ലാം എടുത്താൽ അതിനകത്ത് 52 എണ്ണം വീതമുണ്ട് അല്ലെ. പിന്നെ ഒരെണ്ണവും കൂടെ
അല്ലെ? അതായത് ഏതാണോ വരുന്നത്, അല്ലെ ഒന്നീ മൺഡേ ആയിരിക്കും അല്ലെങ്കിൽ ട്യൂസ്ഡേ, ഏതാണോ അത് വരുന്നത്, അപ്പൊ അത് എത്ര ഉണ്ട്? 53 വരുന്നുണ്ട്. അപ്പൊ മൺഡേ ആണ് ആ ഒരു അധിക ദിവസമായിട്ട് വന്നെങ്കിൽ അത് 53 എന്നുള്ള രീതിയിൽ പറയാം. അതായത് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വരെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഒരു വർഷം എടുത്താൽ അതിൽ എത്ര തിങ്കളുണ്ട്, എത്ര ചൊവ്വയുണ്ട്, എത്ര വ്യാഴമുണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ അതിന് വരാവുന്ന ഒരു ഉത്തരം ഒന്നീ 52 അല്ലെങ്കിൽ 53, ഈ രണ്ട് ഉത്തരങ്ങളെ വരുത്തുള്ളൂ. മനസ്സിലായോ? മൺഡേ, അതായത് ഈ ഓഡ് ഡേ ഏതാണെന്ന അടിസ്ഥാനത്തിൽ ഇരിക്കും നമുക്കിത് പറയാൻ, അല്ലെ? അപ്പൊ അതിന് ഈ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓർഡിനറി ഇയർ ആണെങ്കിൽ ജാനുവരി 1 ഏത് ദിവസമാണോ വരുന്നത് ആ ഡേ 53 ടൈംസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? ജാനുവരി 1 ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുന്നത് ജാനുവരി 1 മൺഡേ ആണെന്നുണ്ടെങ്കിൽ ആ വർഷം മൺഡേ 53 ടൈംസ് ഉണ്ട്. ഇനി ബാക്കിയുള്ള ട്യൂസ്ഡേ, വെനസ്ഡേ, ബാക്കിയുള്ളതെല്ലാം എന്താണ്? 52 ടൈംസ് ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ഇനി തന്നിരിക്കുന്ന വർഷം ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ ജാനുവരി 1 ജാനുവരി 2 ഇത് രണ്ടും ഏത് ദിവസമാണോ അത് 53 ടൈംസ് ഉണ്ടായിരിക്കും. ബാക്കിയുള്ളതെല്ലാം 52 ടൈംസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഇത് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ജാനുവരി 1 മൺഡേയും ജാനുവരി 2 ട്യൂസ്ഡേയും ആണെങ്കിൽ ഈ പറയുന്ന വർഷത്തിൽ മൺഡേയും ട്യൂസ്ഡേയും 53 ടൈംസ് ഉണ്ട്. ബാക്കി വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എല്ലാം 52 ടൈംസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഓർഡിനറി ഇയർ ആണെങ്കിൽ ജാനുവരി 1 ഏതാണോ ആ ഡേ 53 ടൈംസ് ഉണ്ട്, ബാക്കിയെല്ലാം 52. ഇനി ലീപ്പ് ഇയർ ആണെങ്കിൽ ജാനുവരി 1 ജാനുവരി 2 ഏതാണോ അത് 53 ടൈംസ് ഉണ്ടായിരിക്കും, ബാക്കിയെല്ലാം 52 ടൈംസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. എ ട്രെയിൻ റൺസ് ഓൺ എവറി തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ഇഫ് 1 ജാനുവരി 2020 ഈസ് വെനസ്ഡേ. ഇപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് ലീപ്പ് ഇയർ ആണോ നോക്കുക. 2020 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണ്, അതുകൊണ്ട് അതൊരു ലീപ്പ് ഇയർ ആണ്. ഓക്കെ, അപ്പൊ അത് ലീപ്പ് ഇയർ ആണെന്ന് മനസ്സിലായി. ജാനുവരി 1 വെനസ്ഡേ ആണെന്ന് തന്നിട്ടുണ്ട്, അല്ലെ? അങ്ങനാണെങ്കിൽ ജാനുവരി 2 ഏതാ? ലീപ്പ് ഇയർ ആണെങ്കിൽ ജാനുവരി 1 ജാനുവരി 2 വേണം. അപ്പൊ ജാനുവരി 2 ഏതാ? തേഴ്സ്ഡേ. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ വെനസ്ഡേയും തേഴ്സ്ഡേയും 53 ടൈംസ് ഉണ്ടായിരിക്കും, ബാക്കിയുള്ളതെല്ലാം 52 ടൈംസ്. ഓക്കെ, അപ്പൊ ഈ ട്രെയിൻ റൺ ആവുന്നത് തേഴ്സ്ഡേയും സാറ്റർഡേയുമാണ്. തേഴ്സ്ഡേ എത്ര സമയം വരുന്നുണ്ട്? തേഴ്സ്ഡേ നമ്മുടെ ജാനുവരി 2 വരുന്നതാ, അതുകൊണ്ട് അത് 53 ടൈംസ് വരുന്നുണ്ട്. അപ്പം ഇത് 53, സാറ്റർഡേ അതിനകത്ത് ഇല്ലാത്തത്, അപ്പൊ അത് എത്ര? 52 ടൈംസ്. അപ്പൊ ടോട്ടൽ എത്ര തവണ വരുന്നുണ്ട്? 105 തവണ. അതായത് അപ്പൊ 105 ദിവസം എന്താണ് ട്രെയിൻ ഓടുന്നുണ്ട്. അതായത് എല്ലാ തേഴ്സ്ഡേയും എല്ലാ സാറ്റർഡേയും ഓടുന്നുണ്ട്, അതുകൊണ്ട് 105 ദിവസം. ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അത് നന്നായിട്ടൊന്ന് നോക്കുക. ഇത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള 75 ഡേ ടൈം ടേബിൾ ബേസ്ഡ് ഓൺലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ നിങ്ങൾക്കത് പഠിച്ച് നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ച ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.